ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ മകേഷ് കുമാർ, ദി റിയൽറ്റർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരുടെ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതുമായി സംബന്ധിച്ച കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരുടെ കമ്മീഷൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു ഏകീകൃത കമ്മീഷൻ അല്ലേ, നമുക്കറിയാം. അതുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അപ്പം അത് പറയുന്നതിന് മുന്നേ എൻ്റെ ഒരു സുഹൃത്ത്, ഈ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം അത് തന്നെയാണ്. എൻ്റെ ഒരു സുഹൃത്തിന്, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറായിട്ടുള്ള ഒരു സുഹൃത്ത്, ഒരു ബയ്യറെ പ്രോപ്പർട്ടി കാണിക്കുകയും അങ്ങനെ ആ വിലയിൽ അദ്ദേഹത്തിന് ഒത്തുപോകാനാകാത്തതുകൊണ്ടും പ്രോപ്പർട്ടി വാങ്ങുന്നതിൽ നിന്നും ബയ്യർ പിന്മാറുകയും, പിന്നീട് 2-3 മാസം കഴിഞ്ഞ്, ഒരു 4 മാസം കഴിഞ്ഞപ്പം ബയ്യർ നേരിട്ട് പോയിട്ട് ആ ഡീല്, ആ കച്ചവടം ചെയ്യുകയും ആ പ്രോപ്പർട്ടി വാങ്ങിക്കുകയും, അതിനുശേഷം ഈ ബ്രോക്കർ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ബ്രോക്കർ വിവരങ്ങളൊക്കെ അറിയുന്നത്. അങ്ങനെ വിവരങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ തെരഞ്ഞു വീട്ടിൽ പോയപ്പോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കമ്മീഷൻ തരില്ല എന്ന് പറയുകയും, നിങ്ങൾ ഇൻഫർമേഷൻ തന്നതിന് നിങ്ങൾക്ക് ഇത്രയും പൈസ എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ട് പെരുമാറുകയും ചെയ്തു എന്നുള്ളതാണ് പുള്ളിയുടെ പരാതി. അങ്ങനെ പുള്ളി ഈ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സിന്റെ ധാരാളം അസോസിയേഷനുകൾ കേരളത്തിൽ കൂടുപോലെ മുളച്ചു പൊന്തിയ ധാരാളം അസോസിയേഷനുകളുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെടുകയും അവരും ഈ പ്രശ്നത്തിൽ ഇടപെടുകയും അവർ ഒരു കൂട്ടായ ആൾക്കാർ അവിടെ പോയി ചോദിച്ചപ്പോഴും അദ്ദേഹം തീർത്തും തരാൻ പറ്റില്ല എന്ന് പറയുകയും കിട്ടിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുതന്നെയായാലും, കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും ഇങ്ങനെയുള്ള തർക്ക വിഷയങ്ങൾ ഈ കച്ചവടത്തിൽ വരുന്നതും ഇത് ബിസിനസിന്റെ ഒരു നല്ല നാളേക്ക് ഒരു വിഘ്നം തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ബ്രോക്കർമാരുടെ കമ്മീഷന് തർക്കങ്ങളൊക്കെ വരുമ്പോൾ തന്നെ വാങ്ങാൻ വരുന്നവരും വിൽക്കാൻ വരുന്നവരൊക്കെ അവർക്കൊരു മടിയുണ്ടാവും, ബ്രോക്കർമാർ ത്രൂ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം പറഞ്ഞു വരുന്നത് എന്താണ്, ബ്രോക്കർമാരിൽ നിന്ന് പ്രോപ്പർട്ടി വാങ്ങുന്നവരും പ്രോപ്പർട്ടി വിൽക്കുന്നവരും ആഗ്രഹിക്കുന്ന സേവനങ്ങൾ, സർവീസുകൾ. തീർച്ചയായിട്ടും നല്ലൊരു സർവീസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഒരു പ്രതിഫലം, അതിൻ്റെ റെമ്യൂണറേഷൻ നമുക്ക് തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ വെച്ചിരിക്കുന്ന തന്നെ ഒരാളെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ, ആ വിൽക്കാൻ വെച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് അത്ര നടക്കുന്ന കാര്യമല്ല. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും അവരുടെ നെറ്റ്വർക്ക് മുഖാന്തരമൊക്കെയാണ് നമ്മൾ ഒരു ബയ്യറെ ആയാലും അല്ലെങ്കിൽ ഒരു ബയ്യർക്ക് ഒരു സെല്ലർ പ്രോപ്പർട്ടി ആയാലും കാണിച്ചു കൊടുക്കുന്നത്.